ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ ജോ ബൈഡൻ സർക്കാർ ശ്രമിച്ചെന്ന ആരോപണം കോൺഗ്രസിനെതിരെ ആയുധമാക്കിയിരിക്കുകയാണ് ബി.ജെ.പി. കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രവർത്തിക്കുന്നതുമായ ചില NGO-കൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. ഇന്ത്യയിൽ വോട്ടെടുപ്പ് പ്രോത്സാഹിപ്പിക്കാനുള്ള US സഹായം നിർത്തലാക്കിയതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ വിവാദപരമായ ചില പരാമർശങ്ങൾ. ഇന്ത്യയിൽ വോട്ടെടുപ്പ് പ്രോത്സാഹിപ്പിക്കാൻ എന്തിനാണ് അമേരിക്ക $2.1 കോടി ചെലവാക്കുന്നത്? വേണ്ടതിലധികം പണമുള്ള രാജ്യമാണ് ഇന്ത്യ. അമേരിക്കയെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നികുതി ചുമത്തുന്ന രാജ്യവുമാണ് ഇന്ത്യ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ചിലർ വിജയിക്കാൻ ബൈഡൻ സർക്കാർ ശ്രമിച്ചെന്ന് കരുതുന്നു എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ട്രംപിന്റെ പരാമർശം BJP നേതാക്കളിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത്. ട്രംപിന്റെ അഭിപ്രായങ്ങളും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടുത്തിടെ നടത്തിയ വിദേശ സന്ദർശനത്തിനിടെ നടത്തിയ ചില പരാമർശങ്ങളും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ രവിശങ്കർ പ്രസാദ് പത്രസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടത്. കോൺഗ്രസ് ചെയ്തത് ലജ്ജാകരമായ കാര്യമാണ്. രാഹുൽ ഗാന്ധി വിദേശത്ത് ഇന്ത്യൻ ജനാധിപത്യത്തെ പരിഹസിക്കുകയും വിദേശത്തുള്ള ജനാധിപത്യ രാജ്യങ്ങളുടെ സഹായം തേടുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുന്നതിനാൽ വിജയിക്കാൻ അദ്ദേഹം പിന്തുണ തേടി എന്നതാണ് ഇതിനർത്ഥം. ഇത് രവിശങ്കർ പ്രസാദിന്റെ വാക്കുകളാണ്. ഇന്ത്യയിലെ വോട്ടർമാരുടെ പങ്കാളിത്തത്തെ സ്വാധീനിക്കാൻ $21 മില്യൺ നൽകുന്നുണ്ടെന്ന് US പ്രസിഡന്റ് തന്നെ സ്ഥിരീകരിച്ചതുമാണ്. രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരായ ഭീഷണികളെക്കുറിച്ച് ജനാധിപത്യ രാജ്യങ്ങൾ ആശങ്കപ്പെടുന്നില്ല എന്ന് പറയാറുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആളുകൾ അവർക്ക് വോട്ട് ചെയ്തില്ല എങ്കിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാനും ഇന്ത്യൻ ജനാധിപത്യത്തെ അപകീർത്തിപ്പെടുത്താനും വിദേശ പണം ഉപയോഗിക്കാൻ അവർ ഗൂഢാലോചന നടത്തുന്നു. ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ വിദേശ പണം നടത്തുന്ന ഈ ദഗ്ധമായ ഇടപെടലിനെ തങ്ങൾ പൂർണ്ണമായും അപലപിക്കുന്നു. ഇത് വളരെ നാണക്കേടുള്ള കാര്യമാണ് എന്നുമായിരുന്നു അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. 2024 പൊതു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ആസൂത്രിതമായ ശ്രമം നടന്നുവെന്ന് BJPയുടെ IT സെൽ ഇൻചാർജായ അമിത് മാളവിയും പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. USAID ഫണ്ടിംഗ് രാഷ്ട്രീയ ഫലങ്ങളെ സ്വാധീനിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വർഷങ്ങളിൽ UPA സർക്കാരിന്റെ കാലത്ത്, അതായത് 2004 മുതൽ 2013 വരെ ഇന്ത്യൻ സർക്കാരിന് $204.28 മില്യൺ ലഭിച്ചു. അതേസമയം തന്നെ NGO-കൾക്ക് $2114.96 മില്യൺ ലഭിച്ചു. NDAയുടെ ഭരണകാലത്ത്, അതായത് 2014 മുതൽ 2024 വരെ സർക്കാർ ഫണ്ടിംഗ് 2015 കണക്കനുസരിച്ച് $1.51 മില്യൺ കുറഞ്ഞു. അതായത് NGO ഫണ്ടിംഗ് 2579.73 മില്യൺ വർദ്ധിച്ചു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്നാൽ അതേസമയം തന്നെ ഇപ്പോൾ അമേരിക്കയുടെ സാമ്പത്തിക സഹായം ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായിരിക്കുകയാണ്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നടന്ന വിദേശ ഇടപെടലിന്റെ തെളിവാണ് എന്നായിരുന്നു BJPയുടെ ആരോപണം. സാമ്പത്തിക സഹായം സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് കോൺഗ്രസും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം രാജ്യത്ത് ഉടനീളം ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, അതായത് IVF കൂടുതൽ താങ്ങാവുന്നതാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള 3 എക്സിക്യൂട്ടീവ് ഉത്തരവുകളും ട്രംപ് ഒപ്പുവെച്ചിട്ടുണ്ട്. ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് തീരുവ ചുമത്താനുള്ള പദ്ധതികളും ട്രംപ് അംഗീകരിച്ചിട്ടുണ്ട്. ഓട്ടോ താരിഫുകൾക്ക് പുറമെ ഏപ്രിൽ 1 മുതൽ തന്നെ ഫാർമസ്യൂട്ടിക്കൽ, മൈക്രോ ചിപ്പുകൾ എന്നിവയിൽ 25% ഇറക്കുമതി നികുതി ചുമത്താനുള്ള പദ്ധതികളും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ വിദേശ യാത്രകളും അദ്ദേഹത്തിന്റെ വിദേശ രാജ്യങ്ങളിൽ നടത്തുന്ന പ്രസംഗങ്ങളും വിവാദമാകാറുണ്ട്. അദ്ദേഹം പലപ്പോഴായി ഇന്ത്യൻ സർക്കാരിനെതിരെ സംസാരിക്കുന്നു എന്ന് പറയുന്ന വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്നു വരാറുമുണ്ട്. മാത്രമല്ല, അദ്ദേഹം വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യക്കാരോട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇന്നത്തെ ശിഥിലമായി പോകുന്ന അവസ്ഥയെപ്പറ്റി സംസാരിക്കുന്ന പല വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വളരെയധികം പ്രചാരണം നേടിയിട്ടുമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ തീരുമാനം ട്രംപിൻ്റെത് മാത്രമായിരുന്നില്ല, അത് ഇലോൺ മസ്കിന്റെ കൂടി തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിന് ട്രംപ് അംഗീകാരം നൽകുകയായിരുന്നു. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ BJP സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യക്ക് ലഭിക്കുന്ന അമേരിക്കൻ സഹായമാണ് ഇതോടുകൂടി നിലച്ചിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇനി മുതൽ അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായമാണ് ഇതോടെ നഷ്ടമായിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ നെഹ്റു കുടുംബത്തിന് വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം ഇതോടെ ചർച്ചയാവുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സോണിയാഗാന്ധി ദ്രൗപദി മുർമുവിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നത്. തനിക്ക് സ്വിസ് ബാങ്കിലുള്ള തന്റെ അക്കൗണ്ട് ബാലൻസുകളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു സോണിയാഗാന്ധിയുടെ ആ വിമർശനം. സ്വാഭാവികമായും ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നെഹ്റു കുടുംബത്തിന് വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധവും നിക്ഷേപവും എല്ലാം തന്നെ
ഇവിടെ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ BJPയെ സംബന്ധിച്ച് BJP ഇത് കോൺഗ്രസിനെതിരെയുള്ള വലിയ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളെല്ലാം തന്നെ BJP വലിയ തുറപ്പിച്ചിട്ടായി ഉപയോഗിക്കുന്ന ഘട്ടവുമാണ്. രാഹുൽ ഗാന്ധിയുടെ ഓരോ വാക്കുകൾക്കും തങ്ങളെ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഓരോ കേസുകളും രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതും ഇന്ത്യയെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നു, ഇന്ത്യൻ ജനാധിപത്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ നീക്കുപോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ വലിയൊരു നീക്കം നടത്താനുള്ള സാധ്യതയും ഏറെ തന്നെയാണ്. പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ വലിയ ഐക്യമെല്ലാം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത് യഥാർത്ഥത്തിൽ BJPയുടെ ഈ നീക്കങ്ങളെല്ലാം തന്നെ ഫലം കാണാനും സാധ്യതയുണ്ട്.